ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തത് എങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളെ പെൻടെസ്റ്റ് ചെയ്യാം എന്നൊരു ടോപ്പിക് ആയിരുന്നു. അതിൽ നമ്മൾ സ്റ്റാറ്റിക് അനാലിസിസ് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് ഡൈനാമിക് അനാലിസിസ്. ഡൈനാമിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു അപ്ലിക്കേഷൻ നമ്മൾ റണ്ണ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം, ഒരു അപ്ലിക്കേഷനെ റൺ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ പെൻ ടെസ്റ്റിംഗ് നടത്താം എന്നുള്ള കാര്യങ്ങളാണ്, അതേപോലെ അനാലിസിസ് നടത്താം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡൈനാമിക് അനാലിസിസിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മളുടെ അപ്ലിക്കേഷൻസിനെ നമ്മൾ റണ്ണ് ചെയ്യും. അതിനുശേഷം നമ്മൾ റണ്ണ് ചെയ്യുന്ന ആ ഒരു അപ്ലിക്കേഷൻസിന്റെ ഉള്ളിലുള്ള ഓരോ ഫങ്ഷൻസും നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് മൈന്യൂട്ട് ആയിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യും. ദെൻ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റുമോ, അതേപോലെ നമുക്ക് ഇൻഹിഡൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലെയറിൽ ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിൽ ടച്ച് ചെയ്യാതെ മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫ്രിഡ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫ്രിഡ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് നമ്മൾ പെൻ ടെസ്റ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രിഡ എന്ന് പറയുന്ന ടൂള്, സോ ആ ഒരു ടൂൾ എന്ത് ചെയ്യും? നമ്മൾ ഫ്രിഡ സെർവർ ഉണ്ട്, ഫ്രിഡ ക്ലയന്റ് ഉണ്ട്. സോ നമ്മൾ ഈ ഫ്രിഡ സെർവർ നമ്മളുടെ ഡിവൈസിൽ, ഏത് ഡിവൈസിലാണോ നമ്മൾ ആൻഡ്രോയിഡ് എമുലേറ്റർ റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് റൺ ചെയ്യുന്നത്, അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. സോ അവിടെ റൺ ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനെ നമ്മൾ എന്ത് ചെയ്യും? ക്ലയന്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലിനക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ട് അതിനെ ലൈൻ ബൈ ലൈൻ, മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ആപ്ലിക്കേഷന്റെ ഓരോ ആക്ടിവിറ്റിയിലും നമ്മൾ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ദെൻ അത് വെച്ചിട്ട് നമുക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ് പോസിബിൾ ആണ്. ദെൻ അവിടെ ഉണ്ടായിരുന്ന ഫങ്ഷൻസ്, ഓക്കെ, ഓരോ ആക്ടിവിറ്റിയിലും എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് റൺ ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു എമുലേറ്ററിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ യൂസ് ചെയ്തിട്ട് ആ ഫങ്ഷൻസിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ദെൻ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ജാവാ സ്ക്രിപ്റ്റുകൾ, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസുകൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഫ്രിഡ സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എമുലേറ്ററിൽ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിൽ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫ്രിഡ ക്ലയന്റും അതേപോലെ ഫ്രിഡ സെർവറും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഫ്രിഡ സെർവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എവിടെയാണ്? നമ്മളുടെ ഡിവൈസിലാണ്. ഫ്രിഡ ക്ലയന്റ് നമ്മൾ നമ്മുടെ ലിനക്സിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മളുടെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ ആക്കുക. ദെൻ നമ്മൾ ആദ്യം പിപ്പ് ഇൻസ്റ്റാൾ ഫ്രിഡ ടൂൾസ് എന്നുള്ളത് ഇൻസ്റ്റാൾ, ഫ്രിഡ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ദെൻ ഫസ്റ്റ് നമ്മൾ ഫ്രിഡ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാം. സോ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പാക്കേജുകളും അതേപോലെ സബ് ടൂളുകളും ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ടാവും. ദെൻ അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ മതി, ജസ്റ്റ് ഫ്രിഡ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫ്രിഡ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ടൂളുകൾ എന്തായിട്ടുണ്ട്? നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ക്ലയന്റ് ഡിവൈസിൽ, സോറി, നമ്മളുടെ ലിനക്സിൽ നമ്മൾ എന്ത് ചെയ്തു? ഫ്രിഡയുടെ ക്ലയന്റ് ടൂൾസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ആക്സസ് ചെയ്യുന്നത്. ഫ്രിഡ റിമോട്ട്ലി നമ്മൾ എന്ത് ചെയ്യുന്നത്? മൊബൈലിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഈ പറയുന്ന ഫ്രിഡ ടൂൾസ് വെച്ചിട്ടാണ്. സോ ഫ്രിഡ ടൂൾസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് ഫ്രിഡയുടെ വേർഷൻ എന്താണ് എന്നറിയണം. ജസ്റ്റ് ഫ്രിഡ വേർഷൻ. ഓക്കെ, കാരണം ഇതേ വേർഷന്റെ സെർവർ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ എമുലേറ്ററുകളിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ സെർവർ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സോ ഈ വേർഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യണം? ഫ്രിഡ സെർവറുകൾ ഡൗൺലോഡ് ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ട്? നമ്മളെ എമുലേറ്ററിന് വേണ്ടിയിട്ട്. എന്നിട്ട് അത് എമുലേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ബ്രൗസർ ആക്സസ് ചെയ്യാം. ബ്രൗസറിൽ ഫ്രിഡ സെർവർ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഫ്രിഡ സെർവർ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും റിലീസസ് ഫ്രിഡ എന്ന് പറഞ്ഞിട്ട് കാണും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിലുണ്ടാവും ഫ്രിഡ സെർവറുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഡിഫറെന്റ് വെർഷൻസിലുള്ള ലിസ്റ്റ് ഉണ്ടാവും. കണ്ടോ, 17.19.1. ഓക്കെ, നമ്മളത് എന്തായിരുന്നു? 17.7.3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ജസ്റ്റ് അതൊന്ന് ഇവിടെ സെർച്ച് ചെയ്യാം. 17.7.3. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? ആ വേർഷനിലുള്ള എമുലേറ്റർ, സോറി, ആ വേർഷനിലുള്ള സെർവർ തന്നെ നമുക്ക് കിട്ടും. ദെൻ അതിൽ നമ്മൾ ഏതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്? അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? നമ്മളുടെ ADB വെച്ചിട്ട് നമ്മളുടെ ടാർഗറ്റിന്റെ ആർക്കിടെക്ചർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം? ADB
ഡിവൈസസ് നമ്മൾ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടോ നോക്കുന്നു. സോ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ടാർഗറ്റ് എമുലേറ്റർ ഓൺ ആക്കണം. ദെൻ ടാർഗറ്റ് എമുലേറ്റർ ഞാനിവിടെ LD പ്ലെയർ ആണ് യൂസ് ചെയ്യുന്നത്. റീസ്റ്റാർട്ട് ചെയ്തു. ദെൻ മെഷീൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്തായി, ഞാൻ എൻ്റെ ഡിവൈസ് കണക്ട് ചെയ്തു. ADB ഡിവൈസസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മെഷീൻ എന്തായിട്ടുണ്ട്, ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ടാർഗറ്റിലേക്ക് എൻ്റെ സെർവർ, എൻ്റെ ആർക്കിടെക്ചർ എന്താണെന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കണം. സോ ഞാൻ ടാർഗറ്റ് ഏത് ആർക്കിടെക്ചറിലാണ് വർക്ക് ആകുന്നത് എന്ന് മനസ്സിലാക്കണം. സോ അതിന് ഞാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗെറ്റ് പ്രോബ്. ഓക്കെ, ഗെറ്റ് ADB shell get probe അപ്പോൾ ഞാനിവിടെ കമാൻഡ് കൊടുക്കുന്നത് ഗെറ്റ് പ്രോബ്. ഇത് ലിനക്സ് വിൻഡോസിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാനിവിടെ യുനെയിം -m അല്ലെങ്കിൽ യുനെയിം -a. ഓക്കെ, യുനെയിം -a എന്ന് കൊടുത്ത സമയത്ത് എനിക്കിവിടെ മനസ്സിലായി എൻ്റെ ടാർഗറ്റ് ആർക്കിടെക്ചർ ഏതാണ്, 86x64 എന്നുള്ളതാണെന്ന് മനസ്സിലായി. സോ ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ളൊരു ഫയലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത്. 86x64 ആൻഡ്രോയിഡ് ഫ്രിഡ സെർവർ 17.7.3 ആൻഡ്രോയിഡ് 86x64. സോ ഈ ഫയലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. സോ ആ ഫയൽ എന്തായി, എൻ്റെ സിസ്റ്റത്തിൽ ഇപ്പം ഡൗൺലോഡ് ആകുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഫയലിനെ അൺസിപ്പ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാം, നേരെ പുതിയൊരു ടാബ് എടുത്തു, ജസ്റ്റ് ഡൗൺലോഡ്സിലേക്ക് സ്വിച്ച് ചെയ്തു, അൺസെറ്റ് നേരെ യൂസ് ചെയ്താൽ മതി. ദെൻ ഫയലിൻ്റെ പേര് എന്തായിരുന്നു, ഫ്രിഡ സെർവർ. സോ നമ്മളത് അൺസിപ്പ് ചെയ്തു. അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേരിലൊരു ഫയൽ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫയൽ. നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തുണ്ട്, ഈ ഒരു ഫയൽ ഉണ്ട്. ഈ ഫയൽ നമ്മൾ എങ്ങോട്ട് എത്തണം, നമ്മളുടെ എമുലേറ്ററിലേക്ക് സെൻഡ് ചെയ്യണം. സോ നമ്മൾ എങ്ങനെ സെൻഡ് ചെയ്യും, ADB push, ദെൻ ഫയലിന്റെ പേര് നമ്മൾ കൊടുക്കുന്നു. ഈ ഫയലാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിന് chmod പെർമിഷൻ കൊടുക്കണം. ഓക്കെ, എക്സിക്യൂഷൻ പെർമിഷൻ കൊടുക്കണം. chmod ദെൻ +x നമ്മൾ എന്ത് കൊടുക്കുന്നു, ഫ്രിഡ സെർവർ. ഓക്കെ, നമ്മൾ അതിനൊരു chmod പെർമിഷൻസ് നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, എക്സിക്യൂഷൻ പെർമിഷൻ കൊടുത്തിരിക്കണം. കാരണം എക്സിക്യൂഷൻ പെർമിഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ടാർഗറ്റിൽ പോയിട്ട് റൺ ആവുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ADB push, നമ്മൾ ADB push എന്ന് കൊടുത്തു. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഫയൽ നെയിം കൊടുക്കണം, ജസ്റ്റ് ഫ്രിഡ സെർവർ. ദെൻ ടാർഗറ്റിൽ അത് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ള പാത്തും നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ടാർഗറ്റിൽ അത് എവിടെ പോകേണ്ടത്, /data, ദെൻ /data നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പാത്ത് കൊടുക്കണം, data.local. ദെൻ ലോക്കലിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രിഡ സെർവർ local.temp കൊടുക്കാം. അവിടെ ചിലപ്പോൾ ടെമ്പ് ഫോൾഡർ ഉണ്ടെങ്കിൽ നമ്മൾ /data/local, ദെൻ ലോക്കലിന്റെ സ്പെല്ലിങ് ടെമ്പ് ഫ്രിഡ സെർവർ. ആ ഫയലിന്റെ പേര് എന്താണ്, ഫ്രിഡ സെർവർ എന്നാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ടാർഗറ്റിലേക്ക് ആ ഫയൽ സെൻഡ് ചെയ്തു. എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ടാർഗറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഫയൽ എത്തിയിട്ടുണ്ട്. സോ ടാർഗറ്റിൽ ആ ഫയൽ എത്തിയിട്ടുണ്ടോ എന്നെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ അതേ ലൊക്കേഷനിൽ പോയി നോക്കാം. നമ്മൾ su റൂട്ട് യൂസർ ആയിട്ട് ഞാൻ ആക്സസ് ചെയ്യുന്നു, /data/local/temp. ദെൻ അവിടെ പോയിട്ട് ഞാൻ ls അടിക്കുമ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ എന്തുണ്ട്, ഫ്രിഡ സെർവർ എന്നുള്ള പേരിൽ ഒരു ഫയൽ ഉണ്ട്. ഓക്കെ, ദെൻ ഞാൻ അതിന്റെ പെർമിഷൻസ് നോക്കുന്നു, -l ഫ്രിഡ സെർവർ. ഓക്കെ, എക്സിക്യൂഷൻ പെർമിഷൻ ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നു. യെസ്, എക്സിക്യൂഷൻ പെർമിഷൻ ഉണ്ട്. 3 യൂസറിനും എന്ത് കാണുന്നുണ്ട്,
എക്സിക്യൂഷൻ പെർമിഷൻസ് അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. ദെൻ ഇനി ഞാൻ എന്ത് ചെയ്യണം? 3 യൂസറിനും എക്സിക്യൂഷൻ പെർമിഷൻ ഉണ്ടായതുകൊണ്ട് നേരെ ആ ഫയൽ ഞാൻ എന്ത് ചെയ്യുന്നു? റൺ ചെയ്യുന്നു. റൺ ചെയ്യാൻ എന്ത് ചെയ്യുക? ജസ്റ്റ് ./ ഫ്രിഡ സർവർ എന്ന് കൊടുക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ആ ഫ്രിഡ സർവർ എന്നുള്ളത് റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് റൺ ആയോ എന്നുള്ള കാര്യം എനിക്ക് അറിയണം. സോ അത് റൺ ആയോ എന്നെങ്ങനെ എനിക്കറിയാൻ പറ്റും? നേരെ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ടെർമിനലിലേക്ക് വരുന്നു. ജസ്റ്റ് എൻ്റെ നോർമൽ ടെർമിനൽ യൂസ് ചെയ്യുന്നു. ദെൻ ഞാൻ അവിടെ കൊടുക്കുന്നു ഫ്രിഡ PS then -u. ഓക്കെ, ഞാൻ ഫ്രിഡ PS -u എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? എൻ്റെ ടാർഗറ്റ് പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ടൂൾസുകളും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം ഞാൻ എൻ്റെ ഇൻസ്റ്റാളേഷൻ എന്തായിട്ടുണ്ട്? കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? സക്സസ്ഫുൾ ആയിട്ട് നമ്മളുടെ ടാർഗറ്റിൽ ഫ്രിഡ സർവർ ഇൻസ്റ്റാൾ ചെയ്തു. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്.